ആകാശവാണി നിയമസഭ വാരാന്ത്യ അവലോകനം. ധവളപത്രവും നയപ്രഖ്യാപന നന്ദിപ്രമേയ ചർച്ചയും ഭരണപ്രതിപക്ഷ വാക്പോരുമായി നിയമസഭ. തയ്യാറാക്കിയത് അനീഷ് ഐലം. റിപ്പോർട്ടർ ജന്മഭൂമി, തിരുവനന്തപുരം. അവതരണം സോഫിയ ഡാനിയൽ. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം ധവളപത്രം തന്നെയായിരുന്നു. സംസ്ഥാനത്തിന്റെ ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയാണെന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം വ്യാഴാഴ്ചയാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ വെച്ചത്. സംസ്ഥാനത്തിന്റെ ധനാരോഗ്യം സംബന്ധിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കുന്ന ധവളപത്രത്തെ പ്രതിപക്ഷം എതിർക്കുകയും ചെയ്തു. റവന്യൂ വരവിന്റെ 77% ശമ്പളത്തിനും പെൻഷനും മറ്റുമായി ചെലവഴിക്കുമ്പോൾ മൂലധന ചെലവ് 1.3% മാത്രമാണെന്നാണ് ധവളപത്രത്തിലുള്ളത്. പലിശ അടവുകൾക്ക് റവന്യൂ വരുമാനത്തിന്റെ 20.9% മാറ്റിവെക്കണം. പട്ടികജാതി പട്ടികവർഗ കുട്ടികളുടെ സ്കോളർഷിപ്പ് അടക്കം 48,733 കോടി കുടിശ്ശികയുണ്ട്. 2025-26 ബജറ്റ് എസ്റ്റിമേറ്റ് അനുസരിച്ചാണ് ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയിൽ എത്തിയതെന്ന് ധവളപത്രത്തിൽ പറയുന്നു. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 35.5%, ദേശീയ ശരാശരിയേക്കാൾ 7% കൂടുതലുമാണ് സംസ്ഥാനത്തിന്റെ കടം. ശമ്പളത്തിനായി 39,904 കോടി, പെൻഷനുവേണ്ടി 27,855 കോടിയും പ്രതിവർഷം മാറ്റിവെക്കുമ്പോൾ പലിശ അടവിന് മാത്രമായി 29,138 കോടി മാറ്റിവെക്കണം. ഇവയെല്ലാം കൂടി 96,927 കോടിയാണ് ഒരു വർഷം നിർബന്ധിത ചെലവ്. വികസന ചെലവുകളായ വിദ്യാലയങ്ങൾ, ആശുപത്രി, ഉൽപാദനക്ഷമമായ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കായി 1.3% മാത്രമാണ് മാറ്റിവെക്കുന്നത്. കടമെടുക്കുന്ന പണം മൂലധന വികസനത്തിനല്ല വിനിയോഗിക്കുന്നതെന്നും വായ്പയെടുത്ത് ദൈനംദിന ചെലവുകൾ നടത്തുകയാണെന്നും ധവളപത്രത്തിൽ പറയുന്നു. കിഫ്ബി എടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് പൂർണ്ണമായും സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ നിന്നാണ്. കിഫ്ബിക്ക് 21,000 കോടിയുടെ ബാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാർ 7 മുതൽ 8% വരെ പലിശ നിരക്കിൽ വായ്പ എടുത്തപ്പോൾ കിഫ്ബി 9 മുതൽ 9.56% വരെയുള്ള ഉയർന്ന പലിശ നിരക്കിലാണ് വായ്പകൾ സ്വീകരിച്ചതെന്നും ധവളപത്രം സൂചിപ്പിക്കുന്നു. 2026 മാർച്ച് 31 കണക്കനുസരിച്ച് 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതയുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ 5 വർഷം കൊണ്ട് ഇരട്ടി നഷ്ടത്തിലായി. KSEB, KSRTC, വാട്ടർ അതോറിറ്റി ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം 72,851.2 കോടിയായി. സാമൂഹ്യ സേവനങ്ങളായ വിദ്യാഭ്യാസം, ആരോഗ്യം, ജലവിതരണം, പട്ടികജാതി പട്ടികവർഗ ക്ഷേമം എന്നിവയ്ക്ക് സർക്കാർ നൽകുന്ന വിഹിതം 53.78% നിന്നും 30.68% വെട്ടിക്കുറച്ചു. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മാത്രമാക്കണം. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. വൈദ്യുതി മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾക്കും കേന്ദ്ര പൊതുമേഖലാ നിക്ഷേപങ്ങൾക്കും അനുമതി നൽകണം. ചൈന മാതൃകയിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. വരുമാനങ്ങളും വായ്പകളും വായ്പാ തിരിച്ചടവുകളും ചേർത്ത് സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് രൂപീകരിക്കണം. കിഫ്ബി നിലനിർത്തണോ എന്ന് ആലോചിക്കണം. KCBയിൽ പ്രൊഫഷണലായ ചെയർമാൻമാരെ 5 വർഷത്തേക്ക് നിയമിക്കണം. പെൻഷൻ ആധാർ അധിഷ്ഠിത ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നൽകണം. കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധം ഊഷ്മളമാക്കി ആശയവിനിമയം ദൃഢമാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം കിഫ്ബി വരുമാനമില്ലാത്ത സമാന്തര സർക്കാരാണെന്നും സർക്കാരിന് 56,000 കോടിയുടെ സംയുക്ത ബാധ്യതയുണ്ടെന്നും പദ്ധതി വിഹിതത്തിലും ക്രമക്കേടുണ്ടെന്നുമുള്ള രൂക്ഷ വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. കിഫ്ബി അനുമതി നൽകിയ പദ്ധതികൾക്കായി 35,000 കോടി കണ്ടെത്തണം. ഇതുകൂടിയായതോടെ കിഫ്ബിയിൽ സർക്കാരിന്റെ ബാധ്യത 56,000 കോടിയാകും. കിഫ്ബിയിൽ സമഗ്രമായ ഓഡിറ്റിംഗ് നിലവിലില്ല. CAGയുടെ ഓഡിറ്റ് പരിധിക്ക് വെളിയിലാണ് പ്രവർത്തിക്കുന്നത്. 2026 മാർച്ച് 31 വരെയുള്ള കണക്കനുസരിച്ച് കിഫ്ബിയുടെ ആകെ വരവ് 74,171 കോടിയാണ്. ഇതിൽ 26,497 കോടി സർക്കാർ വിഹിതമാണ്. പദ്ധതികളിൽ നിന്നുള്ള തിരിച്ചടവായി 3,700 കോടിയും മറ്റു വരുമാന മാർഗങ്ങളിലൂടെ 1,920 കോടി രൂപയും ലഭിച്ചു. ബദൽ നിക്ഷേപ ഫണ്ട് സ്വരൂപിക്കാൻ രൂപീകരിച്ച കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് മാനേജ്മെന്റ് ലിമിറ്റഡ് എന്ന ഉപസ്ഥാപനത്തിന് ഫണ്ടുകളൊന്നും സമാഹരിക്കാനായില്ല. കിഫ്ബി പ്രതിവർഷം നൽകുന്ന 2.17 കോടിയുടെ
കമ്മിറ്റ്മെന്റ് ചാർജ് കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നതെന്നും ധവളപത്രത്തിൽ പറയുന്നു. അതിനാൽ കിഫ്ബിയെ ധനകാര്യ വകുപ്പിന്റെയും ബജറ്റിന്റെയും കീഴിൽ കൊണ്ടുവന്ന് CAG-യെ ഉപയോഗിച്ച് പെർഫോമൻസ് ഓഡിറ്റ് നടത്തണമെന്ന് ധവളപത്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതിന് പ്രതിപക്ഷത്തു നിന്നും മുൻ ധനമന്ത്രി KN ബാലഗോപാൽ എതിർപ്പ് ഉന്നയിച്ചു. ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന ശ്രീ ബാലഗോപാലിന്റെ ആരോപണം നിലനിൽക്കുന്നതല്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ധവളപത്രത്തിന് ശേഷം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയത്തിന്റെ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുത്തു. ആരോഗ്യമന്ത്രി K. മുരളീധരനും മുഖ്യമന്ത്രി VD സതീശനും ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി കട്ടിലിൽ നിന്നും വീണു മരിച്ച സംഭവത്തിൽ മരണകാരണം തലക്കേറ്റ ക്ഷതമാണെന്നും അന്വേഷണത്തിന് നിർദ്ദേശിച്ചതായും ആരോഗ്യമന്ത്രി പറഞ്ഞു. ധവളപത്രം പ്രതിപക്ഷത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയിൽ പറഞ്ഞത്. കൂടാതെ BJP ജയിച്ച കഴക്കൂട്ടം, നേമം, ചാത്തന്നൂർ എന്നിവിടങ്ങളിലെ വോട്ടിംഗ് കണക്ക് നിരത്തി പ്രതിപക്ഷത്തിന് മറുപടിയും നൽകി. സർക്കാർ പ്രതികാര ബുദ്ധിയോടെ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസോടെയാണ് 3-ാം തീയതി സഭ ആരംഭിച്ചത്. നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം നിയമസഭയിൽ വാക്കൌട്ട് നടത്തി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ തന്നെ 3000-ഓളം പേരെ സ്ഥലം മാറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ തള്ളിയ ഭരണപക്ഷം ഭരണപരമായ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പൊതുവായ മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളതെന്നും എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് സ്ഥലം മാറ്റം നടക്കുന്നതെന്നും വ്യക്തമാക്കി. മുൻ സർക്കാരിനെ തങ്ങൾ മാതൃകയാക്കില്ലെന്നും ന്യായം അനുസരിച്ച് മാത്രമേ ഈ സർക്കാർ പ്രവർത്തിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ മറുപടി പറഞ്ഞ മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പ്രതികാര ബുദ്ധിയോടെയാണ് സ്ഥലം മാറ്റങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. നിയമസഭാ അംഗങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റൂളിംഗ് നടത്തിയതായിരുന്നു മറ്റൊരു പ്രത്യേകത. ചരിത്ര പ്രാധാന്യമുള്ള സഭയുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. 71 പുതിയ അംഗങ്ങളുണ്ട്. അവർ സഭയിലുള്ള മുതിർന്ന അംഗങ്ങളെ ജ്യേഷ്ഠ സഹോദരന്മാരായി കണ്ട് അവർ പാലിക്കുന്ന നല്ല രീതികൾ മാതൃകയാക്കണം. ഇത് സംബന്ധിച്ച് പുതിയ അംഗങ്ങൾക്കായി ഈ മാസം 17-ന് സെമിനാർ സംഘടിപ്പിക്കും. പക്ഷാഘാത ചികിത്സയുടെ ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാരുണ്യ മെഡിസെപ് സുരക്ഷാ പദ്ധതി പാക്കേജ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് കോവിഡിന് ശേഷം പക്ഷാഘാതം വർദ്ധിക്കുന്നത് സംബന്ധിച്ച് AKM അഷ്റഫ് ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ജീവിതശൈലി രോഗി പരിചരണത്തിന്റെ ഭാഗമായി 12 ജില്ലകളിൽ സ്ട്രോക്ക് യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി സഭയിൽ അറിയിച്ചു. CBSE മൂല്യനിർണ്ണയത്തിലെ പ്രശ്നങ്ങളിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ നിയമസഭയിൽ പറഞ്ഞു. മൂല്യനിർണ്ണയത്തിലെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് ആശങ്കയറിയിച്ച് കത്തയച്ചിട്ടുണ്ടെന്നും GRNലിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ജൂൺ 2-ന് ചേർന്ന സമ്മേളനത്തിലും അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. വിലക്കയറ്റത്തിന്റെ കാരണം LDF നയങ്ങളെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആരോപിച്ചപ്പോൾ പെട്രോൾ നികുതി കുറയ്ക്കാത്തതാണ് ഇപ്പോഴത്തെ വിലക്കയറ്റത്തിന് കാരണമെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ മറുപടി നൽകി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. എന്നാൽ പിന്നാലെ സ്പീക്കറുടെ അനുമതിയോടെ സംസാരിച്ച BJP കക്ഷി നേതാവ് BB ഗോപകുമാർ വിലക്കയറ്റത്തിന്റെ ഉത്തരവാദിത്വം മുൻകാലങ്ങളിൽ ഭരിച്ച ഇടത് വലത് മുന്നണികൾക്ക് മാത്രമാണെന്ന് ആരോപിച്ചു. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയം വോട്ടിനിട്ടാണ് സഭ പാസാക്കിയത്. 99 പേർ നയപ്രഖ്യാപനത്തെ അനുകൂലിച്ചപ്പോൾ BJPയുടെ 3 അംഗങ്ങൾ ഉൾപ്പെടെ 36 പേർ പ്രതികൂലിച്ചു. VD സതീശൻ സർക്കാരിന്റെ 1-ാം ബജറ്റ് അവതരണത്തിനായി സഭ ഈ മാസം 19-ന് ചേരും. നിങ്ങൾ കേട്ടത് നിയമസഭ വാരാന്ത്യ അവലോകനം.